ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ നിൽക്കുന്നത് ദക്ഷിണ ഇന്ത്യയിലെ കേരളത്തിലെ കാസർഗോഡ് പട്ടണത്തിന് 8 മൈൽ വടക്കായി സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന ക്ഷേത്രമാണ് കുമ്പളയിലെ കണിപ്പുര ശ്രീ ഗോപാലകൃഷ്ണ ക്ഷേത്രം. വൈഷ്ണവ പാരമ്പര്യത്തിൽ നിലവിലുള്ള അഭിമന ക്ഷേത്രങ്ങളിൽ ഒന്നായി ഈ ക്ഷേത്രം വാഴ്ത്തക്കപ്പെടുന്നു. ബാലഗോപാലകൃഷ്ണൻ ഭഗവാന്റെ കൃഷ്ണശിലാ വിഗ്രഹത്തിന് ഒരു കുട്ടിയുടെ രൂപഭാവങ്ങൾ ഉണ്ടായിരുന്നു. ശ്രീകൃഷ്ണൻ്റെ വളർത്തമ്മയായ യശോദയാണ് ഇത് ആരാധിച്ചിരിക്കുന്നത്. പ്രാദേശിക മതവിശ്വാസങ്ങൾ അനുസരിച്ച് ഈ വിഗ്രഹം സർവശക്തനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ തൻ്റെ ദ്വാപരയുഗത്തിൽ മഹർഷിക്ക് സമർപ്പിച്ചു. അദ്ദേഹം ക്ഷേത്രം ഇന്നും നിലനിൽക്കുന്ന സ്ഥലത്ത് വിഗ്രഹം സ്ഥാപിച്ചു. തലസ്ഥാനമാക്കിയ കുമ്പള രാജവംശത്തിലെ ജയസിംഹ രാജാവ് ക്ഷേത്രം പുതുക്കിപ്പണിതതായും അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ ഭരണം പോലും കണിപ്പുര ശ്രീ ഗോപാലകൃഷ്ണൻ്റെ പേരിലായിരുന്നു നടത്തിയിരുന്നതും എന്ന് പറഞ്ഞു. കുമ്പള രാജാക്കന്മാരുടെ കിരീടധാരണം കണിപ്പുര ശ്രീ ഗോപാലകൃഷ്ണ ക്ഷേത്രത്തിൽ നടന്നു എന്ന് പ്രസ്താവിച്ചിരിക്കുന്നു. ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്നീ 3 യുഗങ്ങളിലൂടെ പവിത്രതയും ഈ ക്ഷേത്രം പൂജാരിമാർ കോട്ടബ്രാഹ്മണ സമൂഹത്തിൽ പെട്ടവരാണ്. കണിപ്പുര ശ്രീ ഗോപാലകൃഷ്ണ ക്ഷേത്രത്തിൽ ദിവസേന രാവിലെ 7:30 ഗണപതി ഹോമം, പിന്നെ 8 മണിക്ക് രാവിലെ മഹാപൂജ, പിന്നെ 12:30 ഉച്ചയ്ക്ക് മഹാപൂജ, 2 മണിക്ക് ക്ഷേത്രം അടയ്ക്കൽ എന്നിവ ഉൾപ്പെടുന്ന പൂജാ സമയക്രമമുണ്ട്. പിന്നെ വൈകുന്നേരത്തെ സമക്രമത്തിൽ വൈകുന്നേരം 5:30 തുറക്കലും രാത്രി പൂജയും രാത്രി 8 മണിക്ക് ക്ഷേത്രം അടയ്ക്കുന്നതും ഉൾപ്പെടുന്നു. കുമ്പള ക്ഷേത്രത്തിലെ ഉത്സവം എല്ലാ വർഷവും മകരസംക്രമ ദിനത്തിൽ ധ്വജ ആരോഹണത്തോടെ ആരംഭിക്കുന്നു. ക്ഷേത്ര പരിസരത്ത് നിന്ന് 3 കിലോമീറ്റർ അകലെ കുളത്തിൽ മുക്കിയ ശേഷം വിഗ്രഹം തിരികെ കൊണ്ടുവന്ന് വിശുദ്ധ പതാക താഴ്ത്തുന്നതോടെ ഉത്സവം അവസാനിക്കുന്നു. വിഗ്രഹത്തിന് മുന്നിൽ പടക്കം പൊട്ടിക്കുന്നതിനാൽ കുമ്പള ബെടി എന്നറിയപ്പെടുന്നു. ആൽമരത്തിൻ്റെ പ്ലാറ്റ്ഫോമിലാണ് വിഗ്രഹം സ്ഥാപിച്ചിരിക്കുന്നത്. പ്രദർശനം ഏകദേശം 1.5 മണിക്കൂർ നീണ്ടു നിൽക്കും. കേരളത്തിൻ്റെയും തുളുനാടിൻ്റെയും വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഉത്സവത്തിനായി എത്തുന്നു. പൂക്കളും ആഭരണങ്ങളും കൊണ്ട് അലങ്കരിച്ച വിഗ്രഹവുമായി ക്ഷേത്രത്തിന് ചുറ്റും നടക്കുന്ന ഒരു പൂജാരി വിഗ്രഹം തലയ്ക്ക് മുകളിലൂടെ വയ്ക്കുന്നത് സാധാരണ രീതിയിലെ ബാലി. ഇത് ഒരിക്കലും വളരെ ഭാരം കുറഞ്ഞതായിരിക്കുന്നതല്ല. ചെണ്ടമേളത്തിൻ്റെയും വാദ്യത്തിൻ്റെയും താളമനുസരിച്ച് പൂജാരി നീങ്ങുന്നു. ആദ്യം അദ്ദേഹം ഒരു കൈ വിഗ്രഹത്തെ തലയിൽ താങ്ങി മറ്റേ കൈ ആട്ടിക്കൊണ്ട് നീങ്ങുന്നു. അവസാനം അദ്ദേഹം താങ്ങ് നീക്കം ചെയ്ത് ക്ഷേത്രത്തിന് ചുറ്റും വേഗത്തിൽ നീങ്ങുന്നു. പിന്നെ ഇവിടുത്തെ മെയിനായിട്ടുള്ള വിഗ്രഹം ഗോപാലകൃഷ്ണനാണ്. പിന്നെ കുറച്ച് ഉപദൈവങ്ങളുമുണ്ട്. അതാണ് ശാസ്താവ്, ഗണപതി, ചാമുണ്ടി, പിന്നെ നാഗം, പിന്നെ ഗുളികൻ. പിന്നെ എല്ലാവരും വരേണ്ട ഒരു അമ്പലം തന്നെയാണ് കേട്ടോ ഇത്. പിന്നെ മെയിനായിട്ട് ഉത്സവത്തിൻ്റെ സമയത്ത് തന്നെ വരണം. ആ കുമ്പള ബെടി കാണേണ്ടത് തന്നെയാണ്. പിന്നെ ഞാനൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.